നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളികൾ പൂജയ്ക്കും പൂക്കളിടാനുമൊക്കെ ഉപയോഗിക്കുന്ന കളർഫുൾ പൂവാണ് അരളി. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. വളരെ പെട്ടെന്ന് അരളി വില്ലനായി. ജീവനെടുക്കാൻ ശേഷിയുള്ള വിഷ അംശമുണ്ടെന്ന സംശയം ശക്തമായതോടെ അരളിപ്പൂവിന് ക്ഷേത്രങ്ങളിൽ വിലക്ക്. പ്രസാദത്തിലും നിവേദ്യത്തിലും ഇനി മുതൽ അരളിപ്പൂവ് ഉപയോഗിക്കില്ല. പൂജയ്ക്ക് മാത്രം അരളിപ്പൂവ് ഉപയോഗിക്കാനാണ് തീരുമാനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡും അരളിപ്പൂവിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യം വ്യക്തമാക്കി ഇന്ന് സർക്കുലർ ഇറക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളിയും അറിയിച്ചിട്ടുണ്ട്. അരളിപ്പൂവിന്റെ ഇതളുകൾ ഉള്ളിൽ ചെന്നാണ് ഹരിപ്പാട് സ്വദേശിനിയായ സൂര്യ സുരേന്ദ്രൻ മരിച്ചതെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് വിഷയം വലിയ തോതിൽ ചർച്ചയായത്. കഴിഞ്ഞ ദിവസം അരളിച്ചെടിയുടെ ഇലയും തണ്ടും നിന്ന് പശുവും കിടാവും ചത്തതോടെ ഭീതിയും വർദ്ധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡും അരളിപ്പൂവിന് വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. മാത്രമല്ല, വീടുകളിൽ അരളി നട്ടിട്ടുള്ളവരും ആശങ്കയിലാണ്. പലരും അരളി വെട്ടിക്കളയുന്നുണ്ട്. അപ്പോസൈനേസി കുടുംബത്തിലുള്ള നീരിയം ജനുസിലെ എക്സ്പീഷ്യസ് ആയ ഒരു നിത്യഹരിത സസ്യമാണ് അരളി. ഇന്ത്യയിലുടനീളം കാണുന്ന ഈ സസ്യത്തിന് എല്ലാത്തരം കാലാവസ്ഥയിലും വളരാൻ തക്ക ശേഷിയുണ്ട്. മഞ്ഞ, ചുവപ്പ്, വെളുപ്പ്, കൃഷ്ണ എന്നീ നിറങ്ങളിലുള്ള പുഷ്പങ്ങൾ ഉണ്ടാകുന്ന അരളിച്ചെടികൾ കണ്ടുവരുന്നുണ്ട്. എല്ലാ ഭാഗവും വിഷമായ ഈ ചെടി നട്ടുവളർത്തുന്ന ഉദ്യാന സസ്യങ്ങളിൽ ഏറ്റവും വിഷമുള്ളവയിലൊന്നാണ്. അരളിച്ചെടി അലങ്കാരത്തിനും ക്ഷേത്രങ്ങളിൽ അരളിപ്പൂക്കൾ പൂജയ്ക്കും ഉപയോഗിക്കുന്നു. കരവീര, അശ്വങ്കന, അശ്വമാരക, ഹയമാരക പേരുകളിൽ സംസ്കൃതത്തിലും കനേർ എന്ന് ഹിന്ദിയിലും ഈ സസ്യം അറിയപ്പെടുന്നു. കമ്പുകുത്തിയും പതിവെച്ചും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഏകദേശം 3 മീറ്റർ വരെ പൊക്കത്തിൽ അരളിച്ചെടി വളരുന്നു. തൊലിക്ക് ചാരനിറമാണ്. 2 വശവും കൂർത്ത് നടുക്ക് വീതിയുള്ളതും കട്ടിയുള്ളതും കടും പച്ച നിറത്തിലും ദീർഘരൂപത്തിലുമുള്ള ഇലകൾ ഈ സസ്യത്തിന്റെ പ്രത്യേകതകളാണ്. 5 ദളങ്ങൾ വീതമുള്ള പൂക്കൾ തണ്ടിന്റെ അറ്റത്ത് കുലകളായി കാണപ്പെടുന്നു. ചെടിക്ക് വെളുത്ത നിറത്തിൽ കറയുണ്ടാകുന്നു. അരളിയുടെ എല്ലാ ഭാഗവും വിഷമുള്ളതും ദുർഗന്ധമുള്ളതുമാണ്. ഒളിയാൻട്രീജൈൻ എന്നീ 2 കോമ്പൗണ്ടുകൾ ഇവയാണ് ഈ ചെടിയെയും പൂക്കളെയും വിഷമയമാക്കുന്നത്. ഈ ചെടിയുടെ കായ അല്ലെങ്കിൽ ഇലകളൊക്കെ കഴിച്ച് നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പശുക്കൾക്കും ആടിനുമൊന്നും ഇതിന്റെ ഇലയോ പൂവോ കൊടുക്കരുത്. ഡൽഹി സർവകലാശാലയിലെ രസതന്ത്ര വിഭാഗം പ്രൊഫസർമാരായ S രംഗസ്വാമി, TS ശേഷാദ്രി എന്നിവർ നടത്തിയ ഗവേഷണങ്ങളിൽ നിന്നും വേര്, ഇല എന്നിവിടങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഗ്ലൈക്കോസൈഡുകൾ ഹൃദയപേശികളിൽ പ്രവർത്തിച്ച് അതിന്റെ സങ്കോച വികാസങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ വേരിലെ തൊലിക്ക് ശ്വാസകോശത്തിന്റെ സങ്കോച വികാസ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള കഴിവുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വളരെ ലഘുവായ മാത്രയിലാണ് ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ വിപരീത ഫലമുണ്ടാക്കാൻ വഴിവെക്കുന്നു. വിഷമുള്ളതാണെങ്കിലും ഔഷധമായി ഉപയോഗിക്കുന്ന ഈ സസ്യത്തെ ഉള്ളിലേക്ക് കഴിക്കുന്നതിനായി ആയുർവേദത്തിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നില്ല. എങ്കിലും വ്രണങ്ങളിലും കുഷ്ഠരോഗം തുടങ്ങിയ രോഗങ്ങൾക്ക് പുറമെ പുരട്ടുന്നതിന് നല്ലതാണെന്ന് സുശ്രുതൻ വിധിക്കുന്നു. നിയന്ത്രിത മാത്രയിൽ ഹൃദയപേശികളുടെ സങ്കോച വികാസക്ഷമത വർദ്ധിപ്പിക്കും. കൂടുതൽ അളവിൽ ഇവയുടെ പ്രവർത്തനം മന്ദഗതിയിലാകും. അർബുദ ചികിത്സയിൽ ചക്രദത്തിൽ വിവരിക്കുന്ന കരിവീരാദി തൈലത്തിൽ അരളി ഉപയോഗിക്കുന്നു. തണ്ടുമിലയും വളരെ വിഷമയമായ സസ്യമാണിത്. ചെറിയ അളവിലെങ്കിലും ഉള്ളിൽ പോയാൽ വിഷബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. കത്തിച്ച് പുക ശ്വസിച്ചാലും വിഷബാധ ഏൽക്കാം. അതിനാൽ തന്നെ അരളിയെ സൂക്ഷിക്കണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.